ഹായ് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ദൈവം ഉടൻ വേർപെടുത്തുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. കൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിംഗ് കാണുക, അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ലവേഴ്സ്, നയൻ ഓഫ് കപ്സ്, എയ്സ് ഓഫ് വൺസ്, വേൾഡ്, സെവൻ ഓഫ് കപ്സ്, ഡെവിൾ, നൈറ്റ് ഓഫ് വൺസ്, എയ്സ് ഓഫ് സോർട്സ്. ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ രണ്ട് വഴികൾ ഉണ്ട് എന്ന് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് ആത്മീയമായ സ്നേഹം നിറഞ്ഞൊരു വഴി, അത് നിങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പുറമേ ഉള്ള അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അത് ആ ഒരു തേർഡ് പാർട്ടീനെയാണ് കാണിക്കുന്നത്. അത്തരത്തിൽ രണ്ട് വഴികൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ഇപ്പോൾ ഈ ഒരു ടു പാർട്സ് എനർജിയിൽ ഇവരെ ടെസ്റ്റ് ചെയ്യുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവരുടെ ആത്മാവ് സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഒരു രീതി അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കുറച്ച് നാളത്തേക്കുള്ള സന്തോഷം മാത്രമാണെന്നാണ് നമുക്കിവിടെ ഈ ഒരു നയൻ ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. അതായത് ഈ നിങ്ങളുടെ ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് സന്തോഷം കിട്ടി എന്നാണ്. പക്ഷെ അത് താൽക്കാലികം മാത്രമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കിവിടെ ഏസ് ഓഫ് വാണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇത് അട്രാക്ഷൻ എനർജിയാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം വെറും അട്രാക്ഷൻ മാത്രമാണെന്നാണ് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് വാണ്ട്സ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു ആഴത്തിലുള്ള സ്നേഹമല്ല, അതായത് ഒരു സോൾ ഡെപ്ത് ഇല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഈ ഒരു എനർജി സ്വയം ബാലൻസ് ചെയ്യാൻ തുടങ്ങുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവരുടെ കാർമിക് സൈക്കിൾ ഇപ്പോൾ അവസാന സ്റ്റേജിലേക്ക് പോകുന്നു എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി ബന്ധത്തിൽ നിന്നും പലതരത്തിലുള്ള പാഠങ്ങൾ പഠിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ ഒരു കാർമിക് സ്റ്റോറി ക്ലോസ് ആകുമെന്നാണ് ഈ ഒരു വേൾഡ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കൺഫ്യൂഷൻ, ഇല്യൂഷൻ, ഫാൻറ്റസി എല്ലാം ചേർന്ന എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്കിവിടെ ഈ ഒരു സെവൻ ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ മനസ്സ് ഒരിക്കൽ തേർഡ് പാർട്ടിയിലേക്കും ഒരിക്കൽ നിങ്ങൾക്കൊപ്പവും പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് വ്യക്തമായ ആ ഒരു വ്യക്തിക്ക് എവിടെ നിൽക്കണം, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ഒരു വ്യക്തതയില്ല. അതാണ് ഈ ഒരു അകപ്പെട്ട ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു സെവൻ ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവം ആ ഒരു വ്യക്തിക്ക് ഇല്യൂഷനിൽ നിന്നും അതായത് ആ ഒരു വ്യക്തിയെ ഇല്യൂഷനിൽ നിന്നും ദൈവം പുറത്തെടുക്കാൻ പദ്ധതി ഇടുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് തേർഡ് പാർട്ടി ബന്ധം നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഒരു ഡബിൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇതൊരു സോൾഫുൾ ബോണ്ട് അല്ല, ഒരു കാർമിക് ബോണ്ടേജ് ആണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം ഇപ്പോൾ ഈ ഒരു ബന്ധം സ്പിരിച്വലി ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നു എന്നും നമുക്കിവിടെ കാർഡ്സ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കും, പിന്നെ അതിൽ നിന്നും മാറും. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ ഒരുപാട് പഠിപ്പിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവ രീതിയൊക്കെ യൂണിവേഴ്സ് മാറ്റി എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ പലതരത്തിലുള്ള ലെസൺസ് മുഖേന കാമാക്കുകയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
അവർ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയോട് താൽക്കാലികമായിട്ടുള്ള പാഷൻ കാണിച്ചേക്കാം, പക്ഷെ അവരെ യൂണിവേഴ്സ് ട്രൂത്ത് പാത്തിലേക്ക് തിരിച്ചു വിടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഒരു സത്യവും ട്രൂത്തും ഒരു ഒരു സത്യവും ഒരു ട്രൂത്ത് കമ്മ്യൂണിക്കേഷനും ഇവിടെ വരാനിരിക്കുന്നുവെന്ന് ഇവിടെ നമുക്ക് ഈ ഒരു ഏസ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു വലിയൊരു സത്യം നിങ്ങളുടെ വ്യക്തി കാണുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് അവർ ഇത്രയും നാൾ അവർക്ക് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടില്ല, പക്ഷെ അതിനെ അവർ തിരിച്ചറിയുമെന്ന് നമുക്കിവിടെ ഈ ഒരു ഏസ് ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഫേസ് നിങ്ങളുടെ വ്യക്തി കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അത് തന്നെയാണ് അവരുടെ വേർപിരിയലിൻ്റെ തുടക്കവും എന്നിവിടെ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തു തന്നെ ആയാലും ഈ ബന്ധത്തിൻ്റെ അവസാനം ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം ഇപ്പോൾ കാർമിക് ബന്ധങ്ങളെ 1 by 1 തീർക്കുകയാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ബന്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നും ഇവിടെ നമുക്ക് കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് യൂണിവേഴ്സ് ഇതിനായിട്ട് സത്യം വെളിപ്പെടുത്തുന്ന വഴിയിലാണെന്നാണ് നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ഉള്ള സമാധാനം കളയാതിരിക്കുക. നിങ്ങളിപ്പോൾ സമാധാനത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും ഇരിക്കുക. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നിങ്ങൾക്ക് അനുയോജ്യമായ സ്നേഹം ഡിവൈൻ ജസ്റ്റിസ് വഴി വരുമെന്ന് ഉള്ളൊരു വിശ്വാസം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ച് പുലർത്തുക. അതിനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും സമാധാനപൂർവ്വം ഇരിക്കുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്